وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون ويقولون متى هذا الوعد إن كنتم صادقين قل لكم ميعاد يوم لا تستأخرون عنه ساعة ولا تستقدمون وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين. السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه نحمدك يا من وضحت لنا سبل الهداية وزعت عن بصائرنا غشاوة الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ സൂറത്തു സബയിൻ്റെ പഠനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 27 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായിട്ടുള്ളത്. 27ാമത്തെ വചനത്തിലൂടെ അവസാനം അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വിഷയം, അള്ളാഹുവിനെ പങ്കുചേർക്കുന്ന ആളുകൾ, അവർ പങ്കുചേർക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ അവരോട് അള്ളാഹുവിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ളവരെ എനിക്ക് കാട്ടിത്തരുവിൻ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, അത് സാധ്യവുമല്ല. എന്നാൽ അള്ളാഹു ആണ് അഗാധജ്ഞനായ പ്രതാപശാലിയാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 27ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത്. സത്യനിഷേധികളായ ആളുകൾ ആരാധിക്കുന്ന വ്യാജ ദൈവങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിപ്പിലോ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലോ അധികാരത്തിലോ യാതൊരു കഴിവുണ്ടെന്ന് തെളിയിക്കാൻ സാധ്യമാവുകയില്ല എന്നത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും അവർക്കതിന് സാധ്യവുമല്ല. ഖല്ല ബൽ ഹുവ അല്ലാഹുൽ അസീസുൽ ഹക്കീം. അള്ളാഹു അത് അങ്ങനെ കാട്ടിത്തരുക എന്നത് ഒരിക്കലും സാധിക്കാത്ത കാര്യവുമാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തുകളിലൂടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് 28 മുതലുള്ള ആയത്തുകളാണ്. ആയത്തിൻ്റെ പാരായണം നമ്മൾ മുകളിൽ ഓതി കേട്ടിട്ടുണ്ട്. 28ാമത്തെ വചനം, വമാ അർസൽനാക്ക നിന്നെ നാം അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ആകമാനമായിട്ടല്ലാതെ,
മൊത്തത്തിലല്ലാതെ, ലിന്നാസി മനുഷ്യർക്ക് ബഷീറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായി, വനദീറൻ താക്കീത് നൽകപ്പെടുന്നവനായും, വലാക്കിന്ന എങ്കിലും പക്ഷേ, അക്സറന്നാസി മനുഷ്യരിലധികവും ലാ യഅലമൂൻ അറിയുന്നില്ല എന്നാണ്. നബിയെ സന്തോഷവാർത്ത അറിയിക്കുന്നവനായും താക്കീതു നൽകപ്പെടുന്നവനായും കൊണ്ട് മനുഷ്യരിലേക്കാകമാനമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല, എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായും റിസാലത്തിൻ്റെ ഒരു പ്രധാന വിഷയം അതാണ്. മുൻ പ്രവാചകന്മാരെല്ലാം നിർദ്ദിഷ്ടമായ കാലത്തിലേക്കോ ഒരു പ്രത്യേക പ്രദേശങ്ങളിലേക്കോ ഒരു പ്രത്യേക ജനവിഭാഗങ്ങളിലേക്കോ ഒരു നാട്ടിലേക്കോ മാത്രമായി അയക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ, എന്നാൽ മഹാനായ പ്രവാചകൻ ഖാതമുൻ നബി അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമായിട്ട് അള്ളാഹു നിയോഗിച്ചതാണ്. കാഫത്തൻ ലിന്നാസ് എന്ന് പറഞ്ഞതാണ്. മുഴുവൻ ആളുകൾക്കും റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് മാർഗദർശനമായി കാരുണ്യമായി അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചക പൂങ്കവന്മാരിലെ അവസാന കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ബഷീർ, നദീർ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസികൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ആ സന്തോഷ വാർത്ത നൽകുന്നവൻ ബഷീറൻ എന്നതും, അതുപോലെ തന്നെ അവിശ്വാസികൾക്ക് നരക ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്നവൻ നദീർ. ഓരോ താക്കീതുകൾക്കാണ് നദീർ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. പല താക്കീതാണ്. ഇപ്പോൾ മരണം ഒരു താക്കീതാണ്, അപകടങ്ങൾ ഒരു താക്കീതാണ്, നര ഒരു താക്കീതാണ്. ഇതിനൊക്കെ നദീർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു നദീറായിട്ട് ഈ സമൂഹത്തിന് നരകശിക്ഷയുടെ താക്കീത് ഗൗരവം പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകനാണ് എന്ന നിലക്കുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചിട്ടുള്ളത്. 29-ാമത്തെ വചനം, വയഖൂലൂന അവർ പറയുന്നു, മത്താ എപ്പോഴാണ്, ഹാദൽ വഅദു ഈ വാഗ്ദാനം അഥവാ പരലോകമൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അവർ ചോദിക്കുകയാണ്. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ സ്വാദിഖീന സത്യം പറയുന്നവർ. അതായത് അവർ അവിശ്വാസികൾ പറയുന്നു, എപ്പോഴാണ് ഈ വാഗ്ദാനം ഉണ്ടാവുക, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന നിലക്കുള്ളൊരു പരിഹാസ നിലക്കുള്ളൊരു ചോദ്യം കൂടിയാണ്. കുല്ലക്കും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മിആദു യൗമിൻ ലാ യസ്തഖിറൂന അൻഹു സഅതൻ വലാ യസ്തഖ്ദിമൂൻ. നബിയെ പറയുക, നിങ്ങൾക്കൊരു നിശ്ചിത ദിവസമുണ്ട്, ഒരു നിശ്ചിത സമയമുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾ അത് വിട്ടൊരു നാഴിക സമയം പിന്നോട്ട് പോവുകയില്ല. ലാ യസ്തഖിറൂന അൻഹു സഅതൻ വലാ യസ്തഖ്ദിമൂൻ, മുന്നോട്ട് പോവുകയില്ല. അന്ത്യദിനത്തിൻ്റെ ആ സമയം എത്തിക്കഴിഞ്ഞാൽ പുനരുദ്ധാനത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് വാസ്തവത്തിൽ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നതോടൊപ്പം അതൊന്ന് പറഞ്ഞു തരണം എന്ന് അവിശ്വാസികൾ പരിഹാസപൂർവം ചോദിക്കുമ്പോൾ അതിനൊരു നിശ്ചിത സമയമുണ്ടെന്നും അതെപ്പോഴാണെന്ന് പറയാൻ വയ്യ, പക്ഷേ അത് അവന് കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊരു രക്ഷയും ഇത്തരം ആളുകൾക്കുണ്ടാവുകയില്ല. ഒരു നീക്കുപോക്കും, ഒന്ന് പിന്നോട്ടോ ഒന്ന് മുന്നോട്ടോ ഒന്നും മാറ്റപ്പെടുകയും ചെയ്യുകയില്ല. അതൊരു കൃത്യമായ സമയമായിരിക്കും. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു സമയമാണ് എന്നാണ് ആ മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അന്ത്യനാളിൻ്റെ സമയം ക്ലിപ്തമാണ് എന്നർത്ഥം. അന്ത്യനാൾ എപ്പോഴാണെന്ന് പ്രവാചകന് തീരുമാനിക്കാൻ കഴിയില്ല, പ്രവാചകന് പ്രഖ്യാപിക്കാനും കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അതൊരു വെള്ളിയാഴ്ചയാണെന്നറിയാം, അതുപോലെ തന്നെ അതിൻ്റെ ചില അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ അത് നിശ്ചിതമായി ഏത് വെള്ളിയാഴ്ചയാണെന്നോ ഏത് സമയത്താണെന്നോ ഇതൊന്നും പറയാൻ, ഏത് വർഷമാണെന്നോ പറയാൻ സാധ്യമല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് 2027 ആകുമ്പോൾ, അല്ലെങ്കിൽ 2000 ആകുമ്പോൾ എന്ന് പറഞ്ഞു, 2020 ആകുമ്പോൾ, അല്ലെങ്കിൽ 2050 ആകുമ്പോൾ, ഇങ്ങനെയൊക്കെ പറയുന്ന കണക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാജമായി കെട്ടിച്ചമച്ച് വിടാറുണ്ട്. അതൊന്നും ആർക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അത് പ്രഖ്യാപിക്കാനോ സാധിക്കില്ല, അത് പ്രവാചകന്മാർക്ക് പോലും സാധിക്കില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച കൃത്യമായ സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. മാറ്റമില്ലാത്തൊരു സമയമാണ് സഅതൻ, അള്ളാഹു നിശ്ചയിച്ച സമയമാണ്. അത് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും മുന്നോട്ടോ, അതാണ് അള്ളാഹു പറയുക, ലാ യസ്തഖിറൂന, അതുപോലെ വലാ തസ്തഖ്ദിമൂന, മുന്നോട്ടോ പിന്നോട്ടോ, സഅതൻ അൻഹു സഅതൻ, ഒരു അണു അളവ് മുന്നോട്ടോ പിന്നോട്ടോ, ഒരു നാഴിക സമയം പിന്നോട്ടോ മുന്നോട്ടോ നീങ്ങുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി നൽകുന്നത്. തൊട്ടടുത്ത വചനം 31-ാമത്തെ വചനമാണ്. അവിടെ അള്ളാഹു പറയുന്നത്, വഖാലല്ലദീന കഫറു
വക്കാല പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു അല്ലദീന കഫറു സത്യനിഷേധികൾ, അവിശ്വസിച്ചവർ, ലയുമിന ഞങ്ങൾ വിശ്വസിക്കുകയില്ല തന്നെ, ബിഹാദൽ ഖുർആനി ഈ ഖുർആനിനെ, വലാ ബില്ലദി യാതൊന്നിലുമില്ല, ബൈന യദൈഹി അതിൻ്റെ മുമ്പിലുള്ള, വലവു തറാ നീ കണ്ടിരുന്നെങ്കിൽ കാണുകയാണെങ്കിൽ, ഇതിൽ ലാലിമൂന അക്രമികളാകുന്ന ദിവസം, മൗഖൂഫൂന നിർത്തപ്പെടുന്നവർ, ഇന്ദ റബ്ബിഹിം തങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ, ഇർജിഉ ആവർത്തിച്ചുകൊണ്ട്, ബഅ്ലുഹും അവരിൽ ചിലർ, ഇലാ ബഅലിൻ ചിലരുടെ നേരെ ചിലരോട്, അൽ ഖൗല സംസാരം അല്ലെങ്കിൽ വാക്ക്, യഖൂലു പറയും, അല്ലദീന ഇസ്തുളഇഫു ബലഹീനരായി ഗണിക്കപ്പെട്ടവർ, ലില്ലദീന ഇസ്തക്ബറു വലിയവരെന്ന് ഗർവ് നടിച്ചവരോട്, ലൗല അൻതും നിങ്ങളില്ലായിരുന്നു എങ്കിൽ, ലാ കുന്ന ഞങ്ങളാകുമായിരുന്നു, മുഅ്മിനീന സത്യവിശ്വാസികൾ ആകുമായിരുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 31-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ അവിശ്വസിച്ചവർ പറയുകയാണ്, ഈ ഖുർആനിലാകട്ടെ ഇതിൻ്റെ മുമ്പിലുള്ളതാകട്ടെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല തന്നെ. ആ അക്രമികൾ അവരിൽ ചിലർ ചിലരുടെ നേരെ വാക്ക് സംസാരം ആവർത്തിക്കും, തർക്കിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിർത്തപ്പെട്ടവരാകുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ, അത് വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. അതായത് ബലഹീനരായി ഗണിക്കപ്പെട്ടിട്ടുള്ളവർ വലിയവരെ ഗർവ് നടിച്ചവരോട് പറയും, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസികൾ ആകുമായിരുന്നു എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുന്നത്. പരലോകത്ത് വിചാരണയുടെ രംഗമാണ് കളമൊരുങ്ങുന്നത്. നേതാക്കളും അണികളും തമ്മിലുള്ള തർക്കമാണ്. സമ്പത്തിൻ്റെ ദുരുപയോഗം, അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കൽ, ഇതൊക്കെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തൊട്ടടുത്ത വചനങ്ങളിലൂടെ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവിശ്വാസികളുടെ വാശിയാണ്. മക്കയിലെ സത്യനിഷേധികൾ ഖുർആനെ മാത്രമല്ല, അതിനു മുമ്പ് അവതരിച്ച തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയ വേദഗ്രന്ഥങ്ങളെയും അഹങ്കാരത്തോടുകൂടി തെള്ളിക്കളയുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. പരലോകത്തെ വിചാരണ രംഗത്ത് അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ വിചാരണ വേളയിൽ അക്രമികളായ ളാലിമൂൻ എന്ന് പറഞ്ഞതാണ്. അത്തരം ദൈവനിഷേധികൾ അള്ളാഹുവിൻ്റെ സമക്ഷം നിൽക്കുമ്പോൾ തങ്ങളുടെ നാശത്തിന് പരസ്പരം കുറ്റം ചുമത്താൻ തുടങ്ങുകയാണ്. അണികളുടെ ദുർബലരുടെ ആരോപണങ്ങളെ, അല്ലദീന ഇസ്തുളഇഫു എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് അന്ധമായി നേതാക്കളെ പിൻപറ്റിയ സാധാരണക്കാരായ ആളുകളെക്കുറിച്ചാണ്. അഹങ്കാരികളായ നേതാക്കൾ, അല്ലദീന ഇസ്തക്ബറു അവരോട് പറയും, നിങ്ങളുടെ ദുർബോധനവും സമ്മർദ്ദവും കാരണമാണ് ഞങ്ങൾ പ്രവാചകങ്ങൾ വിശ്വസിക്കാതിരുന്നത്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസികളാകുമായിരുന്നു എന്ന് അവരുടെ അവിടെയുള്ള സംസാരത്തെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. 32-ാമത്തെ വചനത്തിലൂടെ കാല പറയും, അല്ലദീന ഇസ്തക്ബറു ഗർവ് നടിച്ചവർ പറയും, ലില്ലദീന ഇസ്തുളഇഫു ബലഹീനനായ ഗണിക്കപ്പെടുന്ന ആളുകളോട് അല്ലെങ്കിൽ അവരുടെ അണികളോട്, അനഹ്നു ഞങ്ങളാണോ, സദദിനാക്കും നിങ്ങളെ തടഞ്ഞു വിട്ടത്, അനിൽ ഹുദ സന്മാർഗത്തിൽ നിന്ന് നേർമാർഗത്തിൽ വിട്ട്, ബഅദ ഇത് ജാഅക്കും അത് നിങ്ങൾക്ക് വന്നതിന് ശേഷം, ബൽ പക്ഷേ കുന്തും നിങ്ങളായിരുന്നു, മുജ്രിമീൻ കുറ്റവാളികളായിരുന്നു എന്ന് അവരെടുത്ത് പറയുമെന്നാണ്. അതായത് വലിയവരെന്ന് ഗർവ് നടിച്ചിരുന്ന ആളുകൾ ബലഹീനനായി ഗണിക്കപ്പെടുന്ന സാധാരണക്കാരായ തൻ്റെ അണികളോട് ഇത്തരം ആളുകൾ പറയും, ഞങ്ങളാണോ നിങ്ങൾക്ക് സന്മാർഗം വന്നതിന് ശേഷം നിങ്ങളെ അതിൽ നിന്ന് തടഞ്ഞത്? പക്ഷെ നിങ്ങൾ സ്വയം കുറ്റവാളികളാകുന്നു. നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം അള്ളാഹു ഈ ലോകത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ തഖ്ലീദ് ചെയ്ത് അന്ധമായി അനുകരിച്ച് വഴിതെറ്റിപ്പോയത് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കുറ്റവാളികളെന്ന് തിരിച്ച് ഈ നേതാക്കൾ അനുയായികളെ പഴിചാരുന്ന സാഹചര്യത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 32-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ തന്നെയാണ് കുന്തും മുജ്രിമീൻ, നിങ്ങൾ തന്നെയാണ് കുറ്റവാളികൾ ആയിരുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നേതാക്കളുടെ ഒരു പ്രതികരണമാണ്. അണികളുടെ ആരോപണത്തിന് അഹങ്കാരികളായ നേതാക്കൾ കൈമലർത്തി അവരെ കൈവെടിയുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. സ്വന്തം കുറ്റവാളികൾ, സ്വയം കുറ്റവാളികൾ. നിങ്ങളുടെ മുന്നിലേക്ക് സത്യം വ്യക്തമായി വന്നിരുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരുന്നു ഈ ലോകത്ത്. സ്വന്തം ഇഷ്ടപ്രകാരം സത്യം ഉപേക്ഷിച്ച് ഞങ്ങളെ പിൻപറ്റി നിങ്ങൾ വഴിവെച്ചു പോയത് ഞങ്ങൾ കാരണമല്ല, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാരെന്ന് ഈ പാവപ്പെട്ട അണികളോട് നേതാക്കൾ പരലോകത്ത് വെച്ച് കൈമലർത്തി പറയുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയെ അള്ളാഹു 32-ാമത്തെ ഈ വചനത്തിലൂടെ
വ്യക്തമാക്കി നൽകുകയാണ്. ഇക്കാലത്തും നേതാക്കന്മാരുടെ പിന്നാലെ പിടിച്ചു പോകുന്ന പല ആളുകളുമുണ്ട്. അന്ധമായ അനുകരണത്തിലൂടെ പ്രമാണങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തൊട്ടടുത്ത വചനത്തിൽ 33-ാമത്തെ ആയത്തിൽ വഖാലല്ലദീന, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖാല പറയും, അല്ലദീന ഇസ്തുദ്ഇഫു, ബലഹീനരായി ഗണിക്കപ്പെട്ടവർ, ലില്ലദീന ഇസ്തക്ബറു, വലിയവരായി നടിച്ചവരോട്, അഥവാ ദുർബലരായ ഈ അണികൾ അഹങ്കാരികളായ നേതാക്കന്മാരോട് പറയും, ബൽ, എങ്കിലും, അല്ലെങ്കിൽ പക്ഷേ, മക്റുല്ലൈലി, രാത്രിയിലെ കുതന്ത്രം, വന്നഹാരി, പകലിലെയും, ഇത് തഅ്മുറൂനന, നിങ്ങൾ ഞങ്ങളോട് ആജ്ഞാപിച്ചു കൊണ്ടിരുന്നപ്പോൾ, അൻ നഖ്ഫുറ, ഞങ്ങൾ അവിശ്വസിക്കുവാൻ, ബില്ലാഹി, അള്ളാഹുവിൽ, വനജ്അല ലഹു, ഞങ്ങൾ അവന് ആക്കുവാനും, അന്താദൻ, സമന്മാരെ അല്ലെങ്കിൽ പങ്കുകാരെ അല്ലെങ്കിൽ തുല്യന്മാരെ എന്ന നിലക്ക് ശിർക്ക് ചെയ്യുന്ന ഈ പറയുന്ന ആളുകൾ, ഇപ്പൊ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ കൊടുക്കുന്ന ആളുകൾ, കൊടുക്കപ്പെടുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് ആ പറഞ്ഞത്, അന്താദൻ എന്ന് പറഞ്ഞത്. വഅസറു, അത് ഇനി വിഗ്രഹമാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും ഏത് ആണെങ്കിലും മനസ്സിൽ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സൃഷ്ടിക്കുന്നവരെ കുറിച്ചാണ്. വഅസറു, അവർ സ്വകാര്യമാക്കും അല്ലെങ്കിൽ മറച്ചു വെക്കും, രഹസ്യമാക്കി വെക്കും, അന്നദാമത്ത, അവരുടെ ഖേദം. പരലോകം എന്ന് പറയുന്നത് തന്നെ ഒരു ഖേദത്തിന്റെ ലോകമാണ് അല്ലെ. ലമ്മാ റഔ, അത്തരം ആളുകൾക്ക് ഖേദമാണെങ്കിലും അവർ കാണുമ്പോൾ, അൽ അദാബ, അവർക്ക് അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷകളെ അവരുടെ കൺമുന്നിൽ അവർ കാണുന്ന സാഹചര്യത്തിൽ, വജഅൽനാ, നാം ആക്കുകയും ചെയ്യും, അൽ അലാല, ആമങ്ങളെ അല്ലെങ്കിൽ വിലങ്ങുകളെ, ഫി അഅനാഖിൻ, അവരുടെ കഴുത്തുകളിൽ, അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളെ, അല്ലദീന കഫറു, അവിശ്വസിച്ച ആളുകളുടെ, അൽ യുജ്സൗന, അവർക്ക് പ്രതിഫലം കൊടുക്കപ്പെടുമോ, ഇല്ലാമാ, യാതൊന്നല്ലാതെ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നല്ലാതെ. എന്താണ് അള്ളാഹു ഇവിടെ സുബ്ഹാനഹു തആല ഈ 33-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്? ബലഹീനരായി ഗണിക്കപ്പെട്ടവർ വലിയവരെന്ന് ഗർവ് നടിച്ചവരോട് വീണ്ടും പറയുകയാണ്, എങ്കിലും രാവും പകലുമുള്ള നിങ്ങളുടെ കുതന്ത്രം ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനും അവന് സമന്മാരെ ആക്കുന്നതിനും നിങ്ങൾ ഞങ്ങളോട് ആജ്ഞാപിച്ചു കൊണ്ടിരിക്കുന്നപ്പോഴത്തെ കുതന്ത്രം, അതാണ് ഞങ്ങളെ തടഞ്ഞത്. ശിക്ഷ കാണുന്ന അവസരത്തിൽ അവർ ഇരുകൂട്ടരും ഖേദം മറച്ചു പിടിക്കുന്നതാണ്. അവിശ്വസിച്ചവരുടെ കഴുത്തുകളിൽ നാം ആമങ്ങൾ, വിലങ്ങുകൾ ഏർപ്പെടുത്തുന്നതുമാണ്. അവർ പ്രവർത്തിച്ചിരുന്നതല്ലാതെ അവർക്ക് പ്രതിഫലം കൊടുക്കപ്പെടുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. ഇല്ലാ മാ കാനൂ യഅമലൂൻ എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര അപമാനകരമായ അവസ്ഥയാണ്. പരസ്പരമുള്ള തർക്കമാണ്. രാപ്പകലുകളിലെ കുതന്ത്രം എന്ന് പറഞ്ഞത്, മക്റുൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞത് സാധാരണക്കാർ വീണ്ടും തിരിച്ചു പറയുന്നതാണ്. ഞങ്ങളെ സത്യത്തിൽ നിന്ന് അകറ്റാൻ രാവും പകലുമില്ലാതെ നിങ്ങൾ ഗൂഢാലോചന നടത്തി, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ അഥവാ ശിർക്ക് ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിച്ചു. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇനി വൈകിയ ഖേദത്തെക്കുറിച്ച് പറയുന്നത് അല്ലെ, വൈകിയ ഖേദം എന്ന് പറയുന്നത് ചങ്ങലകളും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നരകശിക്ഷ അവരുടെ കൺമുന്നിൽ ഇങ്ങനെ വ്യക്തമായി കാണുന്ന സാഹചര്യങ്ങളിൽ അവരുടെ മനസ്സുകളിൽ അസറുന്നദാമ, ഖേദം, കുറ്റബോധം ഇങ്ങനെ ഒളിപ്പിച്ച് അവിശ്വാസികളുടെ കഴുത്തുകളിൽ അള്ളാഹു ഇരുമ്പു ചങ്ങലകൾ അണിയിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വലിയ ഖേദകരമായ അവസ്ഥയെ അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആ നേതാക്കന്മാരുടെയും അനുയായികളുടെയും പരസ്പര തർക്കങ്ങൾ അത് സംഭവിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് 34-ാമത്തെ വചനം ഈ സൂറത്തിൽ നമ്മൾ പഠിക്കുന്നത്, വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, ഫീ ഖറിയത്തിൻ, ഒരു രാജ്യത്തിലും, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനെയും, ഇല്ലാ ഖാല, പറയാതെ, മുത്രഫൂഹ, അതിലെ സുഖലോലിപന്മാർ, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, ബിമാ, യാതൊന്നിൽ, അർസിൽത്തും, അതുമായി അയക്കപ്പെട്ടിരിക്കുന്നു, കാഫിറൂന, അവിശ്വാസികളാണ്, നിഷേധികളാണ്. അഥവാ ഒരു രാജ്യത്തും തന്നെ വല്ല താക്കീതുകാരനെയും നാം അയച്ചിട്ട് അതിലെ സുഖലോലുപന്മാർ പറയാതിരുന്നിട്ടില്ല, ഞങ്ങൾ ഏതൊന്നുമായി അയക്കപ്പെട്ടിരുന്നുവോ നിശ്ചയമായും അതിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നവരാണ് എന്ന്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല 34-ാമത്തെ വചനത്തിലൂടെ ഇവിടെ നമ്മളെ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലെ, പ്രവാചകൻ മുത്രഫൂൻ എന്ന് പറഞ്ഞാൽ ആഡംബരപ്രിയർ
അല്ലെ, പ്രധാന ഒരു ആഡംബരപ്രിയർ എന്ന നിലക്കാണ്, സുഖലോലിപന്മാർ എന്നൊക്കെ നിലക്കാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ പ്രവാചകന്മാരുടെയും സത്യസന്ദേശത്തിൻ്റെയും പ്രധാന ശത്രുക്കൾ എപ്പോഴും ഭൗതിക ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ധനികരായ പ്രമാണിമാരായിരുന്നു എന്നതാണ് മുത്തറഫൂഹ എന്ന് പറഞ്ഞത്. ചരിത്രത്തിൽ ഇതൊരു ആവർത്തനമാണ്. മക്കയിലെ പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തത് ഒരു പുതിയൊരു സംഭവമൊന്നുമല്ല. മുൻകാലത്ത് നൂഹ് നബിയുടെ കാലത്താകട്ടെ, അവിടുന്ന് ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാർ ഹൂദ് നബി, സ്വാലിഹ് നബി, മൂസാ നബി അലൈഹി സ്വലാം, ആ പ്രവാചകന്മാരെല്ലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലത്തും അന്ന് ഇവരെയൊക്കെ എതിർക്കുകയും അതിന് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തത് സുഖഭോഗികളായ പ്രമാണിമാളായിരുന്നു എന്നത് സത്യത്തെ ആദ്യം എതിർത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പിന്നാലെയാണ് ബാക്കിയുള്ള ദുർബലരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നത്, ഈ അഹങ്കാരികൾ ഉണ്ടായിരുന്നത് എന്ന്. ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, വഖാലു, അവർ പറയുകയും ചെയ്യും, നഹ്നു, ഞങ്ങൾ, അക്സറു, കൂടുതലുള്ളവരാണ്, അംവാലൻ, സ്വത്തുക്കൾ, ഔലാദൻ, മക്കളും, വമാ നഹ്നു, ഞങ്ങൾ അല്ലതാനും, ബിമുഅദ്ദിബീൻ, ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഞങ്ങൾ സ്വത്തുക്കളും മക്കളും അധികാരവും ഉള്ളവരാണ്, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ലതാനും എന്ന് അവരിങ്ങനെ അഹങ്കാരത്തോടു കൂടി പറയുകയും ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. ധനികരായ തെറ്റായ ഒരു ധാരണയാണ്. ഞങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു ധാരാളം സമ്പത്തും സന്താനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്, സ്വാധീനം കിട്ടിയിട്ടുണ്ട്, അല്ലേ, അതുകൊണ്ട് ഞങ്ങളോട് അള്ളാഹുവിന് തൃപ്തിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം നൽകിയിരിക്കുന്നത് എന്ന തെറ്റായ ഒരു ധാരണ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ തെറ്റായ ധാരണ ഇന്നും പല ആളുകൾക്കും ഉണ്ട്, ഇല്ലേ. ഒരുപാട് നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും അതുപോലെ തന്നെ അള്ളാഹുമായി അടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വരും. എന്നാൽ ചില ആളുകൾക്ക് ഇതൊന്നും ചെയ്യാത്തവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി അള്ളാഹു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. അത് വെച്ച് ചില ആളുകൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ പള്ളിയിൽ പോകണ്ട, നമസ്കരിക്കണ്ട, അല്ലെങ്കിൽ അള്ളാഹുവിന് സൂക്ഷ്മത പാലിക്കണ്ട, അല്ലാതെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ടല്ലോ, അത് അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പല ആളുകളിലും ഉണ്ടാകാറുണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. ഈ ധാരണ മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. തെറ്റായ ഒരു യുക്തിയാണത്. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിൽ പരലോകത്ത് നമ്മെ ശിക്ഷിക്കുകയില്ല എന്ന തെറ്റായ ഒരു ധാരണ അവരെ ബാധിച്ചിട്ടുണ്ട്. അവിടെയും ഞങ്ങൾക്ക് പരിഗണന ലഭിക്കുമെന്നൊരു ധാരണ അവർക്കുണ്ട്. ഇത് അവരുടെ അഹങ്കാരമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമായി പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.